തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയ ആരോപണത്തിൽ ADGP MR അജിത് കുമാറിനെതിരെ മന്ത്രി കെ രാജൻ മൊഴി നൽകി. പൂര ദിവസം രാവിലെ മുതൽ MR അജിത് കുമാർ തൃശൂരിലുണ്ടായിരുന്നു. എന്നാൽ പൂരം തടസ്സപ്പെട്ട സമയത്ത് ADGP-ആയ MR അജിത് കുമാറിനെ വിളിച്ചിട്ട് പലതവണ വിളിച്ചു നോക്കിയിട്ടും കിട്ടിയില്ലെന്നാണ് മന്ത്രി പറയുന്നത്. തെക്കോട്ടിറക്ക സമയത്ത് പോലീസിന്റെ ഭാഗത്തുനിന്ന് മോശം ഇടപെടലുണ്ടായെന്നും മന്ത്രി കെ രാജൻ മൊഴി കൊടുത്തിരിക്കുന്നു. ഷെവീദ് റാവുത്തർ കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഷെവീദ്, ഏത് സാഹചര്യത്തിലാണ് മന്ത്രി ഇത്തരമൊരു മൊഴി MR അജിത് കുമാറിനെതിരെ നൽകിയിരിക്കുന്നത്? ADGP MR അജിത് കുമാറിനെതിരെ നടക്കുന്ന അന്വേഷണത്തിൽ അവശേഷിക്കുന്നവരെ ഒന്നേ അത് ഈ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചയുണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ്. അതിൽ വീഴ്ചയുണ്ടായെന്ന് തെളിയിക്കുന്ന തരത്തിലാണ് റവന്യൂ മന്ത്രി കെ രാജൻ ഇപ്പോൾ DGP-യുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ്. മാത്രവുമല്ല, ഇതിൽ പറയുന്ന വിവരങ്ങൾ, അതായത് മന്ത്രിയുടെ മൊഴിയുടെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ്. പൂര ദിവസം രാവിലെ മുതൽ അജിത് കുമാർ തൃശ്ശൂരിലുണ്ടായിരുന്നു. പലതവണ ഫോണിലും നേരിട്ടും സംസാരിച്ചു. തെക്കോട്ടിറക്ക സമയത്ത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് മോശം ഇടപെടലുണ്ടായി. പിന്നീട് അജിത് കുമാറിനെ കണ്ടപ്പോൾ രാത്രി എഴുന്നള്ളിപ്പ് സമയത്ത് പ്രശ്ന സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പും അത് പരിഹരിക്കാനുള്ള ഇടപെടൽ നടത്തണമെന്ന നിർദ്ദേശവും നൽകി. എന്നാൽ ചുമതലയുണ്ടായിരുന്ന ADGP ആയിട്ടും ചെയ്തില്ല. പൂരം തടസ്സപ്പെട്ട സമയത്ത് പലതവണ തുടരെ വിളിച്ചിട്ടും കിട്ടിയില്ല. ഔദ്യോഗിക നമ്പറിന് പുറമെ പേഴ്സണൽ നമ്പറിൽ വിളിച്ചപ്പോഴും എടുത്തില്ലെന്നും മന്ത്രിയുടെ മൊഴിയിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തൃശ്ശൂരിലുണ്ടായിട്ടും പൂരം തടസ്സപ്പെട്ടപ്പോൾ ADGP ഇടപെട്ടില്ലെന്നും അത് ഗുരുതര വീഴ്ചയെന്നുമായിരുന്നു DGP-യുടെ ആദ്യ റിപ്പോർട്ട്. അത് ശരിവെക്കുന്നതാണ് ഇപ്പോൾ മന്ത്രി നൽകിയിരിക്കുന്ന മൊഴി എന്നുള്ളതും ഈ അന്വേഷണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഗൗരവമുള്ള ഒരു കാര്യമാണ്. അതിനാൽ ഈ DGP-യുടെ അന്വേഷണ റിപ്പോർട്ട് അജിത് കുമാറിനെതിരെ ആകാനുള്ള സാധ്യത അത് കൂടുതലാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മന്ത്രിയുടെ ഈ കുറ്റപ്പെടുത്തലിനും പഴിചാരലിനും MR അജിത് കുമാറിന് പറയാനുള്ളത് എന്ത് എന്നുള്ളൊരു ചോദ്യം കൂടി ഉണ്ട്. അടുത്ത ആഴ്ച തന്നെ MR അജിത് കുമാറിന് നോട്ടീസ് നൽകി അദ്ദേഹത്തിൽ നിന്ന് വിശദമായി മൊഴിയെടുക്കാനാണ് നിലവിലിപ്പോൾ അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുള്ളത്. അനധികൃത സ്വത്ത് സമ്പാദന കേസടക്കം വിജിലൻസ് തള്ളിയപ്പോഴും MR അജിത് കുമാറിന് തലയ്ക്ക് മുകളിലൊരു വാളായി നിന്നത് അത് തൃശ്ശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട അന്വേഷണമായിരുന്നു. അന്വേഷണത്തിൽ ഇപ്പോൾ ഏതാണ്ട് അജിത് കുമാറിനെതിരായിട്ടുള്ള മൊഴി DGP-യുടെ ഭാഗത്ത് നിന്നുണ്ടാകും എന്ന തരത്തിലേക്കുള്ള സൂചനകൾ വന്നു തുടങ്ങുന്നു. SK. Okay.